തെറ്റല്ലേ? സിത്താര മാഡത്തിനോട് ഞാൻ പറഞ്ഞ വാക്ക് എനിക്ക് പാലിക്കണ്ടേ? നവീനെ സ്നേഹിച്ചത് ഗാഥയല്ലേ? ഗാഥയെ തന്നെയല്ലേ നവീന് തിരിച്ച് സ്നേഹിക്കുന്നത്? എന്നോട് എന്തെങ്കിലും അടുപ്പം കാണിക്കുന്നുണ്ടെങ്കിൽ അത് ഗാഥയാണെന്ന് തോന്നലുകൊണ്ടാ. അല്ലാതെ ഞാൻ വേഷം കെട്ടിച്ചെന്ന് നിൽക്കുന്ന ഒരുത്തിയാണെന്നറിഞ്ഞ നവീൻ ആ നിമിഷം എന്നെ പോലീസിൽ പിടിച്ചു കൊടുക്കുകയുള്ളൂ. മോൾ അങ്ങനെ ഒന്നും ചിന്തിക്കണ്ട. സിത്താര മാഡം എന്നോട് വേഷം കെട്ടാൻ പറഞ്ഞപ്പോ ഞാൻ കരുതിയത് അതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന. പിന്നെ അതെന്റെ മരണത്തിലേക്കുള്ള വഴിയാണെന്ന് തിരിച്ചറിഞ്ഞപ്പോ അതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ അപകടം എന്ന് ഞാൻ വിചാരിച്ചു. പക്ഷെ ഇതൊന്നുമല്ല. ഇപ്പൊ എന്നെ അമ്മ കൊണ്ടു നിർത്തിയിരിക്കുന്ന ഇടമാണ് യഥാർത്ഥ പ്രതിസന്ധി. അതെ, അമ്മയ്ക്ക് ഇപ്പോഴും സുഖമായിട്ടില്ല. ഓപ്പറേഷൻ കഴിഞ്ഞ് അമ്മ നേരെയാവുന്നതേ ഉള്ളൂ. അമ്മയെ എതിർത്ത് കൂടുതലൊന്നും എനിക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല. പക്ഷെ പതുക്കെ പതുക്കെ നിങ്ങളൊന്ന് അമ്മയെ പറഞ്ഞ് മനസ്സിലാക്കണം. എത്രയും പെട്ടെന്ന് 41 ദിവസം കഴിയും. ആ വ്രതം പൂർത്തിയാക്കി കൊടുത്ത് എന്നേക്കുമായി അവിടെ നിറങ്ങിയേ പറ്റൂ. അന്ന് വിഷമിക്കാനും ബഹളുണ്ടാക്കാനൊന്നും അമ്മ നിൽക്കരുത്. അതുകൊണ്ടാണ് ഞാനിതൊക്കെ പറയുന്നത്. സുനന്ദേച്ചി മോളോടൊന്ന് ചോദിക്കട്ടെ. നവീനെ മോൾ ഒട്ട് സ്നേഹിച്ചിട്ടില്ലേ? നവീനെ പോലൊരു ഭർത്താവിനെയും ആ ഭർത്താവിന്റെ സ്നേഹവും വേണമെന്ന് ചിന്തിച്ചിട്ടില്ലേ? നവീന് മോളോടുള്ളത് യഥാർത്ഥത്തിലുള്ള സ്നേഹമാണ്. അതിപ്പോ ഗാഥയുടെ പകരക്കാരിയാണ് മോളെന്ന് തിരിച്ചറിഞ്ഞാൽ പോലും ഒരു മാറ്റവും അതിലുണ്ടാകാൻ പോകുന്നില്ല. പല കാര്യങ്ങളും നമ്മൾ നേരിട്ട് വന്ന് കണ്ടിട്ടുള്ളതല്ലേ. ഗാഥയെ കളരിക്കൽ കുടുംബക്കാർക്ക് മനസ്സറിഞ്ഞ് ഇഷ്ടമായിരുന്നോ? അല്ല. നവീന്റെ നിർബന്ധത്തിന് വഴങ്ങി അവര് സഹിക്കായിരുന്നു. പക്ഷേ ഇപ്പൊ അങ്ങനെയാണോ? നിന്നെ ചേർത്ത് പിടിക്കുകയല്ലേ, തറവാടിന്റെ ഭാഗ്യമെന്ന് പറയല്ലേ. അതൊക്കെ എന്തിന്റെ സൂചനയാ? മറ്റൊരാളുടെ വസ്തു തട്ടിപ്പറിച്ചെടുക്കുന്നതിന് നമ്മൾ കുറെ ന്യായങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്, അല്ലാതെ വേറെ ഒന്നുമില്ല. ആർ യു ഹാപ്പി മോളെ? ഓക്കെ മമ്മി. പക്ഷെ ഈ സന്തോഷം ഇവിടെ കൊണ്ട് നിർത്താനായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നില്ല. നമുക്കൊരു കാര്യം ചെയ്യാം, കുറച്ചു നേരം കൂടി ഡ്രൈവ് ചെയ്യാം. എങ്ങോട്ടെങ്കിലും ദൂരേക്ക് ആയിക്കോട്ടെ. മോളൊരു സ്ഥലം പറ. എനിക്കിഷ്ടമുള്ള സ്ഥലം കളരിക്കലാണ്. അങ്ങോട്ട് മമ്മി എന്നെ കൊണ്ടുപോയില്ലല്ലോ. മോളെ ഓക്കെ, ദെൻ അങ്ങനെയാണെങ്കിൽ ആതിരപ്പള്ളി വാട്ടർഫോൾസിലേക്ക് തന്നെ പോയാലോ? അത് നല്ല ദൂരമല്ലേ? മമ്മി എന്നോട് എന്താ പറഞ്ഞത്? ഒരു ദൂരയാത്ര എന്നല്ലേ? ഓക്കെ, എഗ്രീഡ്. നമ്മള് ആതിരപ്പള്ളിക്ക് തന്നെ പോകും. സന്ധ്യയാവുന്നവരെ അവിടെ ഇരുന്നിട്ട് നൈറ്റ് ഫുഡൊക്കെ കഴിച്ച് പിന്നെ നമുക്ക് വീട്ടിലേക്ക് പോകാം. ഓക്കെ? ഓക്കെ. എന്റെ മോക്ക് എന്താണോ സന്തോഷം അത് തന്നെ എന്റെയും സന്തോഷം. സുനന്ദേ, നവീനോട് സത്യസന്ധമായി കൃഷ്ണയ്ക്കൊരു ഇഷ്ടമുണ്ടോ? എനിക്കത് പലപ്പോഴായിട്ട് തോന്നിയിട്ടുണ്ട്. ഞാൻ വെറുതെ പറഞ്ഞതല്ല. അങ്ങനെ ഒരു ഇഷ്ടം കൃഷ്ണമോളുടെ മനസ്സിലുണ്ടെങ്കിൽ അത് കൂട്ടണം. നവീനെ വിട്ടുപിരിയാൻ കൃഷ്ണയ്ക്ക് ഒരു കാരണവശാലും തോന്നരുത്. എന്തൊക്കെയാ ഗോപാലേട്ടി നടക്കുന്നേ? ആർക്കും ഉത്തരവില്ലാത്ത കുറെ ചോദ്യങ്ങള്. എങ്ങനെ കൂട്ടിക്കിഴിച്ച് നോക്കിയാലും ഒരു ഉത്തരത്തിലെത്താൻ പറ്റുന്നുമില്ല. കളരിക്കലുള്ളത് നാഗദോഷമാണ്. കുഞ്ഞുനാള് മുതല് 100 പാലും കൊടുത്ത് നാഗത്താമാരെ സന്തോഷിപ്പിച്ച പെൺകുട്ടിയാ അവള്. അവൾക്ക് അവിടേക്കൊരു വഴി വെട്ടിയിട്ടുണ്ടെങ്കിൽ അതാ നാഗദേവതകൾ തീരുമാനിച്ചുറപ്പിച്ച കാര്യ. നവീന്റെ പെണ്ണ്, കളരിക്കലെ മരുമകള്, അതിനൊരൊറ്റ പേരേ ഉള്ളൂ, അത് കൃഷ്ണയെന്ന് മാത്ര.
എന്താടോ? ഇപ്പൊ പോയത് സിത്താര മാഡത്തിന്റെ കാറാ. അതിൽ ഗാഥ മാഡം ഉണ്ട്. പൂജയുടെ സമയമായിട്ടും ഗാഥ ഇപ്പൊ എങ്ങോട്ടൊക്കെ പോകുന്നത്? എടോ മണക്കുഞ്ഞ്, താൻ വണ്ടി ഇരിച്ചേ, എന്നിട്ട് അതിന്റെ പിന്നാലെ പോ. ശരി സാർ. ഇവരെന്തൊക്കെയാ കാണിക്കുന്നത്? സിത്താര മാഡത്തിന് ഉത്തരവാദിത്വമൊക്കെ വേണ്ടേ? എടോ താൻ വണ്ടി വേഗം വിടും. ശരി. ചേട്ടാ കുറച്ച് വേഗം പോവോ? ആ ശരി. കത്തിച്ചു വിടുവാണല്ലോ സാറേ. ക്രോസ് ചെയ്യാൻ പറ്റുന്നില്ല.